നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ചിലർക്ക് മാത്രം എങ്ങനെയാണ് അവരാഗ്രഹിക്കുന്നതെല്ലാം വളരെ എളുപ്പത്തിൽ കിട്ടുന്നതെന്ന്? അത് വെറും ഭാഗ്യം കൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയ ശക്തിയാണത്. അപ്പോ ഇന്ന് നമുക്ക് ആ മാനിഫെസ്റ്റേഷൻ ശക്തി എത്രത്തോളമുണ്ടെന്നൊന്ന് അളന്നു നോക്കിയാലോ? നമ്മുടെയൊക്കെ ജീവിതത്തില് അങ്ങനെ ഒരാളുണ്ടാകും അല്ലേ? തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരാൾ. എന്താഗ്രഹിച്ചാലും അതവരുടെ കയ്യിൽ എങ്ങനെയെങ്കിലും എത്തിയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അവർക്കെന്താ പ്രത്യേക കഴിവുണ്ടോ, അതോ ഭാഗ്യം കൊണ്ട് മാത്രം നടക്കുന്നതാണോ ഇതെല്ലാം? പക്ഷെ സത്യം അതൊന്നുമല്ല. ഇതിന്റെ പിന്നിലെ രഹസ്യം ഭാഗ്യമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ മാനിഫെസ്റ്റേഷൻ ശക്തിയാണ്. നിങ്ങളുടെ ഓരോ ചിന്തയും വികാരവും ഒരു കാന്തം പോലെയാണ്. അത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ജീവിതത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. അപ്പോ ആ ശക്തി എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ എവിടെയാണ് നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. അപ്പോ നിങ്ങളുടെ ശക്തി അളക്കാൻ റെഡിയാണോ? ഞാൻ 5 ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കാം. പേടിക്കണ്ട, ഇത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് സത്യസന്ധമായി ഉത്തരം നൽകുക. ഓരോ ചോദ്യത്തിനും 0 മുതൽ 10 വരെ ഒരു സ്കോർ മനസ്സിൽ കുറിക്കുക. അവസാനം നമുക്കിതെല്ലാം ഒന്ന് കൂട്ടി നോക്കാം. നമ്മുടെ ഈ ശക്തിയെ നിർണയിക്കുന്നത് പ്രധാനമായും 5 കാര്യങ്ങളാണ്. 1. നമ്മുടെ ചിന്തകൾ. 2. വികാരങ്ങൾ. 3. നമ്മുടെ ആഗ്രഹങ്ങളോടുള്ള ഒരുതരം ആശ്രയത്വം. 4. നമ്മുടെ പ്രവൃത്തികൾ. പിന്നെ 5-മത്തേത് നന്ദി. നമുക്ക് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങാം: നമ്മുടെ ചിന്തകൾ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ദിവസത്തിലെ ഭൂരിഭാഗം സമയത്തും നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ദിവസം ഏകദേശം 60,000 ചിന്തകളാണ് നമ്മുടെ തലയിലൂടെ ഇങ്ങനെ പാഞ്ഞു പോകുന്നത്. അതിലെ ഏതാണ് നിങ്ങളെ ഭരിക്കുന്നത്? നിങ്ങളുടെ ചിന്തകൾ കൂടുതലും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണോ? എനിക്കിത് സാധിക്കും, എല്ലാം ശരിയാകും എന്നൊരു പോസിറ്റീവ് മനോഭാവമാണോ? അതോ അയ്യോ ഇത് നടക്കില്ല, എന്നെക്കൊണ്ടാവില്ല എന്നൊക്കെയുള്ള സംശയവും ഭയവുമാണോ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്? ഓർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ ഓരോ നിമിഷവും രൂപപ്പെടുത്തുന്നത്. അപ്പോ നിങ്ങളുടെ ചിന്തകളുടെ ഈ അവസ്ഥയ്ക്ക് 0-നും 10-നും ഇടയിൽ സത്യസന്ധമായി ഒരു മാർക്ക് മനസ്സിൽ കുറിക്കൂ. പൂർണ്ണമായും പോസിറ്റീവാണെങ്കിൽ 10-ൽ 10 കൊടുക്കാം. അല്ല ഭയവും സംശയവുമാണ് മുന്നിലെങ്കിൽ 0-നടുത്തുള്ളൊരു സ്കോർ നൽകാം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇത് നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ തലച്ചോറിന് ചിന്തകൾ മനസ്സിലാകും, ശരിയാണ്. പക്ഷേ പ്രപഞ്ചം സംസാരിക്കുന്നത് വികാരങ്ങളുടെ ഭാഷയാണ്. അതുകൊണ്ടുതന്നെ ചിന്തകളേക്കാൾ ഒരുപടി മുകളിലാണ് വികാരങ്ങളുടെ സ്ഥാനം. നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ശരിക്കും തോന്നുന്നത്? അത് കിട്ടിക്കഴിഞ്ഞാലുള്ള സന്തോഷവും ആവേശവുമാണോ നിങ്ങളുടെ മനസ്സിൽ? അതോ അയ്യോ അതെനിക്കില്ലല്ലോ എന്ന വിഷമവും നിരാശയുമാണോ? ആ ഇല്ലായ്മയുടെ വികാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും സമൃദ്ധിയെ ആകർഷിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പൊതുവായ വൈകാരിക അവസ്ഥയ്ക്ക് 0-നും 10-നും ഇടയിൽ ഒരു സ്കോർ നൽകുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ എത്രത്തോളം മുറുകെ പിടിക്കുന്നുണ്ട്? അതായത്, അത് കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം തീർന്നു എന്നൊരു വാശി നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉദാഹരണത്തിന്, ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എല്ലാം തീർന്നു എന്ന വെപ്രാളമാണോ നിങ്ങൾക്ക്? അതോ എനിക്കുള്ളത് എന്താണോ അത് ശരിയായ സമയത്ത് എന്നിലേക്കെത്തും എന്ന വിശ്വാസത്തോടെ അതിനെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇതൊരു വിത്ത് നടുന്നതുപോലെയാണ്. എല്ലാ ദിവസവും അത് കുഴിച്ചു നോക്കിയാൽ അത് മുളയ്ക്കില്ല. അതുപോലെയാണ് ആഗ്രഹങ്ങളും. ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാനുള്ള, അതായത് ലെറ്റ് ഗോ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിന് ഒരു സ്കോർ കൊടുക്കൂ. ഓക്കെ, 4-മത്തെ ചോദ്യം. നിങ്ങൾ വെറുതെ സ്വപ്നം കണ്ടിരിക്കുകയാണോ, അതോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ? കാരണം ലോട്ടറി അടിക്കണമെന്നാഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, ഒരു ടിക്കറ്റെങ്കിലും എടുക്കണ്ടേ? ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പ്രവൃത്തി അത്യാവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് തുടങ്ങാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനും ഒരു പ്ലാൻ ഉണ്ടാക്കാനും നിങ്ങൾ തയ്യാറാവണം. സ്വയം ചോദിക്കൂ, ഞാൻ വെറുതെ ആഗ്രഹിച്ചിരിക്കുകയാണോ, അതോ അതിനായി ചെറിയ ചെറിയ ചുവടുകൾ വെക്കുന്നുണ്ടോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ ഈ സന്നദ്ധതയ്ക്ക് ഒരു മാർക്ക് നൽകുക. ഇനി നമ്മുടെ അവസാനത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നന്ദിക്ക് എന്ത് സ്ഥാനമാണുള്ളത്? കാരണം നന്ദിയെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഒരു വൈബ്രേഷനാണ്. അത് കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു പവർഫുൾ കാന്തം പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ നന്ദി പറയാറുണ്ടോ?
നല്ലൊരു ദിവസം കിട്ടിയതിന്, അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേട്ടതിന്, അതോ എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതി പറയുന്ന ശീലമാണോ നിങ്ങൾക്ക്? ഒന്നോർക്കുക, നന്ദിയുള്ള ഒരു മനസ്സിന് പ്രപഞ്ചം കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോ നിങ്ങളുടെ ഈ നന്ദി പ്രകടിപ്പിക്കുന്ന ശീലത്തിന് 0-നും 10-നും ഇടയിൽ ഒരു സ്കോർ നൽകാം. വളരെ നല്ലത്. ഇപ്പോൾ ആ 5 സ്കോറുകളും ഒന്ന് കൂട്ടി നോക്കൂ. 50-ൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയതെന്ന് നോക്കാം. ഈ സ്കോർ വെച്ച് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ശക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. നിങ്ങളുടെ സ്കോർ ഏത് വിഭാഗത്തിലാണ് വരുന്നതെന്ന് നോക്കൂ. നിങ്ങളുടെ സ്കോർ 0-നും 20-നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ ശക്തി ഇപ്പോൾ കുറവാണ്. പക്ഷേ വിഷമിക്കേണ്ട, നമുക്ക് അടിപൊളിയായി മാറ്റങ്ങൾ വരുത്താം. സ്കോർ 21-നും 35-നും ഇടയിലാണോ എങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. ഇനി 36-നും 50-നും ഇടയിലാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ ശക്തി വളരെ വലുതാണ്. ഇനി ഓരോരുത്തരും എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ സ്കോർ ഈ റേഞ്ചിലാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ ചിന്താരീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ദിവസം ഒരു 5 മിനിറ്റ് ധ്യാനിക്കുന്നത് മനസ്സിലെ നെഗറ്റീവ് ബ്ലോക്കുകൾ മാറ്റാൻ ഒരുപാട് സഹായിക്കും. ഇല്ലാത്തതിനെക്കുറിച്ചോർത്ത് വിഷമിക്കാതെ ഉള്ള ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങൂ. അത് നിങ്ങളുടെ എനർജി ലെവൽ തന്നെ മാറ്റുന്നത് കാണാം. നിങ്ങൾ ശരിയായ ട്രാക്കിലാണ്. ചിലപ്പോൾ നിങ്ങളുടെ പ്രധാന വെല്ലുവിളി ആഗ്രഹങ്ങളെ വിട്ടുകൊടുക്കാനുള്ള ഒരു മടിയായിരിക്കാം. പ്രപഞ്ചത്തിൽ വിശ്വസിച്ച് ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുക. വെറുതെ സ്വപ്നം കാണാതെ അതിലേക്കുള്ള ചെറിയ ചുവടുകൾ വെച്ചു തുടങ്ങുക. നിങ്ങളുടെ വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കൂ. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ ശക്തി വളരെ വലുതാണ്. നിങ്ങൾ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പഠിച്ചുകഴിഞ്ഞു. ഈ പോസിറ്റീവ് അവസ്ഥ അതുപോലെ തന്നെ നിലനിർത്തുക. നിങ്ങളുടെ ഈ ഊർജം മറ്റുള്ളവർക്കും ഒരു വലിയ പ്രചോദനമാവും. അതവരുമായി പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ സ്കോർ എത്രയാണെങ്കിലും അതൊരു അവസാന വാക്കല്ല, അതൊരു വിധിയുമല്ല, അതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാനുള്ളൊരവസരം. നിരന്തരമായ പരിശീലനത്തിലൂടെ ആർക്കും ഈ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതെപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ തന്നെയാണ്, മറ്റാരുമല്ല. നിങ്ങളുടെ ഓരോ ചിന്തയും ഭാവിയിലേക്കുള്ള ഓരോ വിത്തുകളാണ്. നല്ല വിത്തുകൾ പാകൂ, നല്ല ഫലം കൊയ്യൂ. അപ്പോൾ എന്റെ ചോദ്യമിതാണ്, നിങ്ങളുടെ നാളെയെ മാറ്റാൻ, നിങ്ങളുടെ ഇന്നിനെ മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? ആ ശക്തി മറ്റെവിടെയുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അതിനെ ഉണർത്തുക.